ഇന്ന് മഹാസിദ്ധൻ ഭോഗനാഥയുടെ വാശിയോഗം ഭോഗർ 7000 എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള 105 ശ്ലോകം. മനോന്മണി വാശിയിലെടുത്ത് നെറ്റിക്കുള്ളിലെ കണ്ണിൽ വെച്ച് കണ്ണ് മാറ്റാതെ അവിടെ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നീട് വാശിയിൽ ഏറ്റി മൂക്കിൻ തുമ്പത്ത് വെച്ച് കണ്ണുകൾ അവിടെ തന്നെ ഉറപ്പിച്ചു വയ്ക്കണം. രാവിലെ നേരം ശ്രദ്ധയോടെ കണ്ണ് അനങ്ങാതെ നോക്കിക്കൊണ്ട് 4ൽ 1 ചേർന്നാൽ വെറും പാഴായി പോകുന്ന ശക്തി മനോന്മണിയെ ശക്തിപ്പെടുത്തി എല്ലാവരും അറിയുന്ന വിധം കോടി സൂര്യൻ്റെ വെളിച്ചത്തിന് തുല്യമായ പ്രകാശം കാണാനാകും. അപ്പം പ്രാണനെ വാശി കൊണ്ട് വലിച്ച് ആജ്ഞായിൽ 2 പുരികങ്ങളുടെ മധ്യേ 3-ാം കണ്ണിൽ ഏറ്റി വയ്ക്കണം. അങ്ങനെ വെച്ച് കുറേ പരിചയിക്കണം. അതിനുശേഷം വീണ്ടും ഏറ്റി മൂക്കിൻ്റെ തുമ്പത്ത് 2 കണ്ണുകളും അവിടെ തന്നെ ഉറപ്പിച്ചു വയ്ക്കണം. അവിടെ പ്രാണൻ, ശ്രദ്ധ, കണ്ണുകൾ, മനസ്സ്, ഇത് 4ഉം കണ്ണനങ്ങാതെ നോക്കിക്കൊണ്ട് 4ൽ 1 ചേർന്നാൽ 4ലും 1 കൂടും. പ്രാണനും അവിടെ ചേരണം. വാശി കൊണ്ട് പ്രാണനെ വലിച്ച് മൂക്കിൻ തുമ്പത്ത് വയ്ക്കുക. പിന്നെ മനസ്സും അവിടെ വെക്കണം വയ്ക്കുക. കണ്ണും അവിടെ വയ്ക്കുക. പിന്നെ ശ്രദ്ധയും അവിടെ വയ്ക്കുക. അങ്ങനെ 4 അവിടെ വയ്ക്കാം. വെറും പാഴായി പോകുന്ന ശക്തി മനോന്മണിയെ ശക്തിപ്പെടുത്തി എല്ലാവരും അറിയുന്ന വിധം കോടി സൂര്യൻ്റെ വെളിച്ചത്തിന് തുല്യമായ പ്രകാശം കാണാനാകും. ഭയങ്കര ശക്തി, വലിയ വെള്ളി വെളിച്ചം കാണാനാവും. കോടി സൂര്യൻ്റെ പ്രകാശനം ഭയങ്കര തീക്ഷ്ണമായ പ്രകാശനം കാണാൻ. അതാണ് മനോന്മണി എന്നുള്ള ശ്ലോകത്തിൽ കാണവേ പരത്തിനടി കണ്ണേയാകും കാൺപതരി തരിതു കൺ എട്ടാതു என்றேன் പാണവേ പരത്തിൻ അടി പാർക്കും മാർക്കം പൺപട്ട കൺകൾ മുனை മൂക്കിൽ வைத்து കാണവേ കാലൈ അജയ്യാമൽ നോക്കി കതിക്കിன்ற 4ൽ 1 പേരിൽ വെറും പാഴാം പാണവേ മനോന്മണിയെ തായ് പട്ടപ്പകലാവാൾ പകർ അറിയ രവികോടി ഒപ്പുമാമേ. കോടി രവിയുടെ സൂര്യൻ്റെ പ്രകാശം ഉണ്ടാകും. ഇനി 106-ാമത്തെ നിർഗുണ മൗന സമാധി. കടുത്ത പൂരണം കൊണ്ട് വാശി ഏറ്റുപിടിച്ചാൽ കര കാണാത്ത വിധം വെള്ളി വെളിച്ചം നിറഞ്ഞ് മഹാബോധം വന്ന് നിറയും. അപ്പോൾ മനോന്മണിയാൾ നിറയല്ലാത്ത നിർഗുണ മൗനമാകും. ഈ വിധമുള്ള മൗനസമാധിയിൽ ഉറച്ചു നിന്നാൽ മുക്തിയാകും. അതാണ് ആ പറഞ്ഞത്. ഒപ്പല്ല കതിത്ത പൂരണം താൻ ഉപമയ്യാം കരയില്ലേ പാർത്തിട്ടക്കാൽ കപ്പല്ല കളങ്കമറ്റ പൂരണന്താൻ കരയറ്റു നിன்ற ഒളിമാകാപ്പോതന്താൻ പെൺപിളை കാട്ടനിപ്പല്ല നിன்ற നിറയറ്റ നിർക്കുണന്താൻ മൗനമാകും മുപ്പല്ലം മൗനമാം ചമാതിയുറ്റ മുനൈനാജ് ഊടിനാൽ മുത്തിയാമേ. കടുത്ത പൂരമുണ്ട്. അതിന് ധാരാളമായിട്ട് വലിച്ചു കയറ്റി പിടിക്കുക. വാശിയിലേറ്റി പിടിച്ച് കര കാണാത്ത വിധം വെള്ളി വെളിച്ചം നിറ. ഇപ്പം നേരത്തെ 2 തവണ പറഞ്ഞ പോലെ ആദ്യം ആജ്ഞാചക്രത്തിലും പൂരണം ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം പലതവണ, 1000 തവണ. പിന്നെ അതേവിധം തന്നെ മൂക്കിൻ്റെ അറ്റത്തും മനസ്സ്, ശ്രദ്ധ, പ്രാണൻ, പിന്നെ ജീവനും എല്ലാം ആത്മാവും എല്ലാം അവിടെ സന്ധിക്കണം. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് വലിയ തോതിലുള്ള സൂര്യൻ്റെ പ്രകാശം കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ള നിറഞ്ഞ് മഹാബോധം വന്ന് നിറയും. അങ്ങനെ വെള്ളി വെളിച്ചം നിറഞ്ഞ് അങ്ങനെ നിൽക്കുക. അങ്ങനെ അതിൽ തന്നെ ലയിച്ചങ്ങനെ ഇരിക്കണം. അപ്പോൾ മനോന്മണിയാൾ നിറയല്ലാത്ത നിർഗുണ മൗനമാകും. നിർഗുണം വെച്ചാൽ യാതൊരു വക ചിന്തയില്ലാത്ത ഒരു മൗനത്തിലേക്ക് പോകും. ഈ വിധം മൗന സമാധിയിൽ ഉറച്ചു നിന്നാൽ മുക്തിയാകും. പിന്നെ അങ്ങനെ സമാധിയാവും. മൗന സമാധി എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അതാണ് അവിടെ പറഞ്ഞത്. അങ്ങനെ നിന്നാൽ മുക്തിയാകുന്നു. ആ വെളിച്ചം കാണുന്നതാണ് പ്രാഥമികമായിട്ടുള്ള അവസ്ഥ. പിന്നെ ആ വെളിച്ചത്തിനെ ശക്തിപ്പെടുത്തി പ്രാണനെ, അതുപോലെ തന്നെ എടുത്തു പിടിച്ച് പ്രാണൻ, ശ്രദ്ധ, കണ്ണുകൾ, മനസ്സ്. പ്രാണൻ, ശ്രദ്ധ, കണ്ണുകൾ, മനസ്സ്, ഇതിനെ 4ഉം കൂടി ആജ്ഞയിലും അതുപോലത്തെ മൂക്കിൻ്റെ തുമ്പത്തും പിടിച്ചു കഴിയുമ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രകാശം ശരീരം മുഴുവൻ നിറയും. 1000 സൂര്യൻ്റെ വെളിച്ചത്തിന് തുല്യമായിട്ടുള്ള പ്രകാശത്തിൽ മുങ്ങും.
അവിടെ പിന്നെ ചിന്തയില്ല എന്നാണ് പറഞ്ഞത്. നിർഗുണ മൗനമാകും. നിർഗുണം വെച്ചാൽ യാതൊരു വക ചിന്തയും ഗുണം ഇല്ല. ഗുണം വെച്ചാൽ കാഴ്ചയില്ല, കേൾവിയില്ല, വാക്കില്ല, നോക്കില്ല, ഒന്നുമില്ല, സ്പർശവുമില്ല. അതിലങ്ങനെ ആ വെളിച്ചത്തിൽ മുങ്ങിയിരിക്കണം. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് മൗനസമാധി എന്ന് വരിക. അങ്ങനെ ഇരിക്കും കുറേ, വളരെ നേരം ഇരിക്കാം അങ്ങനെ. പിന്നെ ഏതെങ്കിലും വലിയ തോതിലുള്ളൊരു ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ വലിയ തോതിൽ ആട്ടും പാട്ടും ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുക. അല്ലെങ്കിൽ ആ വഴി തന്നെ അങ്ങനെ സമാധി നേരം, ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോളം അതിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥ വരും. അതാണ് നിർഗുണ മൗന സമാധി എന്നുള്ള 106 ശ്ലോകത്തിൽ പറഞ്ഞത്. നമഃ ശിവായ.